ഹലോ എവരി വൺ, ഇറ്റ്സ് മീ സവിത ജാൻസ് ഫ്രം പുത്രൻസ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ്. എല്ലാം തന്നെ ഒരു ഡാർക്കർ ടോണിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ഈ ബോട്ടംസ് ഇല്ലേ, പലാസോ പോലത്തെ അല്ലെങ്കിൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിനകത്തൊക്കെ ഇട്ട് നടക്കാവുന്ന പോലത്തെ പാൻറ്റ് തയ്ക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. വിഡ്ത്ത് വന്നിരിക്കുന്നത് 42.5 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 42 ആണ്. പെർ മീറ്ററിന് 42 ആണ്. അപ്പം നമുക്ക് ചെയ്യാം. ഇപ്പം നമുക്കിത് വെച്ചിട്ട് കുർത്തി ചെയ്യുമ്പോൾ വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം കേട്ടോ. നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണാം. അതിന് മുൻപ് ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നും കൊറിയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ കണ്ടിട്ട് ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് നല്ല ഒരു മെഹന്തി യെല്ലോ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ ഫ്ലോറൽ പാറ്റേണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഫാബ്രിക് വന്നിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പിലാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ 42 രൂപ. പെർ മീറ്റർ 42 രൂപയാണ്. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് ഈ ഫാബ്രിക് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തന്നെ നമുക്ക് 3 കളേഴ്സും കൂടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കിതിന് ക്ലോസ് വ്യൂവിൽ കാണാം. ഗ്രേ കളറിലും അതുപോലെ തന്നെ നല്ല റെഡ് കളറിലുമുള്ള ഫ്ലവേഴ്സും ഒക്കെയാണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഈ കണ്ടത് കൂടാണ്ട് 3 കളറും കൂടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ. ഒരു ബോട്ടിൽ ഗ്രീൻ ഇല്ലേ, ആ ഒരു ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതൊന്ന് വെച്ച് നോക്കാം എങ്ങനെയാണിത് വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ചൂടെടുക്കില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. നമുക്കിത് കുർത്തി സ്റ്റിച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പ്രിൻ്റ് എല്ലാം സെയിം തന്നെ. ഫാബ്രിക്കിൻ്റെ കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. 42.5 ഇഞ്ചാണ് ഇതിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് 42, 42 രൂപയാണ് പെർ മീറ്ററിന് വന്നിരിക്കുന്നത്. ഫാബ്രിക് വന്നിരിക്കുന്നത് അമേരിക്കൻ ക്രേപ്പാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ് പെർ മീറ്ററിന്. ഞാൻ ഇതും ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം. വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെ ചെയ്യാം. നല്ല കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഇനി ലൈനിങ് ഇട്ട് ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിതിൻ്റെ ഒരു ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രം. 42.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂവിനകത്ത് റെഡ് കളറും ഗ്രേ കളറിലും ബ്ലൂ കളിലും ഒക്കെയുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. ഈ പ്രിൻറ്റിൻ്റെ തന്നെ ഒരു കളറും കൂടെ അവൈലബിൾ ആണ് നമ്മുടെ കയ്യിൽ. പർപ്പിൾ കളറിലുള്ള പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡാർക്കർ ടോണുകളാണ് കേട്ടോ. ഇതിന് 2 പുറമുണ്ട്, അകവും പുറവുമുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇത് വരുന്നത്. നമുക്കിതൊക്കെ എടുത്തിട്ടൊരു ഡ്രസ്സ് പോലത്തെ കുർത്തിയില്ല അല്ലെങ്കിൽ ആലിയ കട്ടിലുള്ള കുർത്തിയൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. നമുക്ക് സിമ്പിളായിട്ടൊക്കെ വെയർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ 42.5 ഇഞ്ച് വിഡ്ത്തിലാണ് വന്നിരിക്കുന്നത്. പ്രൈസ് വന്നിരിക്കുന്നത് പെർ മീറ്റർ 42 രൂപയാണ് കേട്ടോ. നമ്മളിതുപോലെ തന്നെ അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ വേറൊരു പ്രിൻ്റാണ് കാണുന്നത്. സെയിം ഫാബ്രിക് തന്നെയാണ്. ഇതിൻ്റെയും 4 കളർ നമുക്ക് അവൈലബിൾ ആണ്. പ്രിൻറ്റിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. എല്ലാം ഡിജിറ്റൽ പ്രിൻ്റാണ്. ഫസ്റ്റ് വൺ ഒരു റെഡ് കളറിലുള്ളതാണ് നമ്മൾ കാണുന്നത്. റെഡ് കളറിനകത്ത് ലീഫും അതുപോലെ ഫ്ലവേഴ്സുമായിട്ടുള്ള പ്രിൻ്റാണ് പോയിരിക്കുന്നത്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. അമേരിക്കൻ ക്രേപ്പാണ്. വിത്തൗട്ട് ലൈനിങ്ങിൽ ചെയ്യാം. നമുക്കിതൊരു ആലിയ കട്ടിന് അങ്ങനത്തെ ഒക്കെ കുർത്തി സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നൈറ്റിക്ക് വരെയും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ്. എല്ലാവർക്കും അറിയാം അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുമ്പോൾ. നല്ല അറിയാത്തവർക്ക് കൂടി ഞാൻ ഒന്നുകൂടി പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ എല്ലാം തന്നെ ഡാർക്ക് ടോണിലുള്ളതാണ്. ബ്ലാക്ക് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. പോയിരിക്കുന്ന പ്രിൻറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് തന്നെയാണ്. എല്ലാത്തിൻ്റെയും കളറിന് മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. പ്രിൻറ്റിൻ്റെ ഡിസൈനൊക്കെ സെയിം തന്നെയാണ്. എല്ലാം ഡിജിറ്റൽ പ്രിൻറ്റിലാണ് പോയിരിക്കുന്നത്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. 42 റുപ്പീസാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഒരു നേവി ബ്ലൂ, ആ ഒരു ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് തന്നെ പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ്. ബ്ലാക്കിൽ നമ്മൾ കണ്ടതൊരു പീച്ച് കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സാണ്. നമുക്കിതൊന്ന് വെച്ച് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ
ഡിസൈൻസ് പോകുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻ്റ് തന്നെയാണ്. എല്ലാം തന്നെ ഡിജിറ്റൽ പ്രിൻ്റാണ്. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡിൽ തന്നെയാണ്. ഇതിൻ്റെയും പ്രൈസ് വന്നിരിക്കുന്നത് 42 രൂപയാണ് പെർ മീറ്ററിന്. നമ്മൾ ഇത്ര നേരം കണ്ടതുപോലെ തന്നെ 42.5 ഇഞ്ച് വിഡ്ത്തിലാണ്. വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന പോലെയാണ് ഫാബ്രിക് എല്ലാം വന്നിരിക്കുന്നത്. നമ്മളിന്ന് കണ്ടത് ക്ലോസ് ചെയ്തൊന്ന് കാണിക്കാം. നമ്മളിന്ന് കണ്ടതെല്ലാം തന്നെ അമേരിക്കൻ ക്രേപ്പിൻ്റെ റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആയിരുന്നു. 42.5 ഇഞ്ച് വിഡ്ത്തിൽ 42 രൂപ പെർ മീറ്ററിലാണ് വന്നിരിക്കുന്നത്. രണ്ട് ഡിസൈനിൻ്റെ 4 കളേഴ്സ് വീതമായിരുന്നു നമ്മളിന്നെല്ലാം കണ്ടത്. നമ്മളിന്ന് കണ്ട പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യേണ്ട വിധം ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. ചിലരൊക്കെ പറയാറുണ്ട് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാനെന്നൊക്കെ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഔട്ടാകുന്ന വീഡിയോയുടെ പിക്ചർ നമ്മൾ അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാനും അതിൽ നിന്ന് പിക്ചർ കണ്ട് സെലക്ട് ചെയ്യാനൊക്കെ ആയിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മളെല്ലാം തന്നെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് പേടിഎമ്മിൻ്റെ ഒരു QR കോഡ് വഴിയാണ്. അപ്പോൾ നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ കൊടുക്കാറില്ല. വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് പേരൊക്കെ അത് ടൈപ്പ് ചെയ്ത് വരുമ്പോഴേക്കും ആ നമ്പർ ചേഞ്ചായി നിങ്ങളുടെ മണി തന്നെ ലോസ് ആവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ QR കോഡ് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ QR കോഡ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം സാധിക്കുന്നതാണ്. അങ്ങനെ അറിയുന്നില്ല കഴിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീം അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ നോക്കി വളരെ ഈസി ആയിട്ട് തന്നെ പേയ്മെൻറ്റും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. നോർമലി 500 എബവ് വരുന്ന ബില്ലുകളെല്ലാം കേരളത്തിനകത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ്. ഔട്ട്സൈഡ് കേരളയ്ക്ക് നമ്മൾ 50 റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 ബിലോയ്ക്ക് വരുന്നതിനും നമ്മൾ 50 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന്. നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ DTDC ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യുക. അതിനുള്ള പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് പേർ ചോദിക്കുന്നതാണ് ഷോപ്പിൽ അവൈലബിൾ ആണോ? അതെ, ഇതെല്ലാം തന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ടാകുന്ന ഡേ മോർണിംഗ് സമയത്ത് വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഷോപ്പ് എവിടെയാണെന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി പറയട്ടെ, അങ്കമാലി ടൗണിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. SBI ബാങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഒരു മൊബൈലിൽ തന്നെയാണ്. ഒരു ഫിൽറ്ററും ഇല്ലാതെയാണ് റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ ഒരു 10 to 15% കളർ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ വാങ്ങിക്കാനായിട്ട്. നമ്മളിത് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫിൽട്രേഷനുള്ള വെച്ചിട്ടല്ല നമ്മളിത് പർച്ചേസ് ചെയ്യുന്നതെങ്കിലും ഫോട്ടോയും വീഡിയോഗ്രാഫിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്. മാക്സിമം ഞാൻ കാണിക്കാവുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഒന്നും തന്നെ നമ്മൾ ഹൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടൺ മെറ്റീരിയൽ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ ഒത്തിരി ഫാബ്രിക്സ് വെച്ച് ചെയ്യാറുണ്ട്. മൊഡാല്, സെമി ടസർ, കോട്ടൺ ലിനൻ, പ്യുർ കോട്ടൺ, പ്യുർ ഹാൻഡ് ബ്ലോക്ക് കോട്ടൺ എല്ലാം വെച്ച് ചെയ്തിട്ടുണ്ട്. പ്യുർ കോട്ടൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് മസ്റ്റായിട്ട് കളർ ഗാർഡ് ഒന്ന് യൂസ് ചെയ്യണേ. അപ്പോൾ കളർ ഗാർഡ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഒന്ന് പറയുകയാണ്. 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫാബ്രിക് അതിനകത്ത് 3 മണിക്കൂർ വയ്ക്കുക. അതിന് ശേഷം വേണം അതെടുത്ത് പിഴിഞ്ഞ് ഉണക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ക്ലോത്ത് ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. ഡിസൈനർ ടീമിൻ്റെ നമ്പർ ഞാനൊന്ന് പറയാം: 8891060225, 8891060225. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് മോർണിംഗ് 9:30 AM മുതൽ ഈവനിങ് 7:30 PM വരെയാണ്. നമ്മുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം രാവിലെ ആയിരുന്നു എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ്. പിന്നീട് അത് 2 ഉച്ച കഴിഞ്ഞത്തേക്ക് മാറ്റി. ഇപ്പോൾ നമ്മൾ പിന്നെയും പഴയതുപോലെ തന്നെ രാവിലെ 7:30 മുതലാണ് നമ്മൾ വീഡിയോ ഇനി പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ 3 വീഡിയോ ആയിരിക്കും റണ്ണിങ് ഫാബ്രിക്സിൻ്റെ ഉണ്ടാവുക. 7:30 AM, 8 AM, 8:30 AM. പിന്നെ 9 AM, 9:30 AM വരുന്നത് കോട്ടൺ ഷർട്ടിങ്ങോ അല്ലെങ്കിൽ കുർത്തയോ സാരിയോ ടേബിൾ ഷീറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ ഒരു സമയത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്.
ഒരു 10:30 ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ പോസ്റ്റിംഗ് കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, 9:30 AM-നാണ് ഷോപ്പ് വർക്ക് ആവുന്നത്, 7:30 AM-നാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് ഒന്ന് മനസ്സിൽ എല്ലാവരും കരുതണം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് വരുന്നത് കൊണ്ടാണ് ഡിലേ വരുന്നത്. അതല്ലാതെ നമ്മൾ ആരെയും മനഃപൂർവ്വം ഒഴിവാക്കുന്നതല്ല. അത് നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണേ പർച്ചേസ് ചെയ്യാനായിട്ട്. പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.